ഇന്നലെ രാത്രിയിൽ ഈ വാർത്ത കാണാത്ത പ്രേക്ഷകർക്കായി ഇന്നലത്തെ പ്രതിഷേധം ഒന്ന് പറഞ്ഞു പോകാം. ഇന്നലെ ഈ ആശുപത്രിയോട് സമീപത്തുള്ള ഒരു പ്രദേശത്ത് ഗൂഡല്ലൂർ നിലമ്പൂർ പാതയുണ്ട്. ആ പാതയിൽ ആദ്യം പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു, ഉപരോധം നടക്കുന്നു. യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് പ്രവർത്തകർ കൂട്ടമായി അവിടേക്ക് എത്തി. ജ്യോതികുമാർ ചാമക്കാല, രാജു പി നായർ അടക്കമുള്ള ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള UDF നേതാക്കളും അവിടേക്ക് എത്തുന്നു. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തുന്നു. അവരെ അറസ്റ്റ് ചെയ്താൽ നീക്കം നടക്കുന്നു. പ്രവർത്തകർ അത് തടയുന്നു. പോലീസ് വാഹനത്തിലേക്ക് കുറച്ച് പ്രവർത്തകരെ കയറ്റുന്നു. വാഹനം മുന്നോട്ട് കൊണ്ടുപോകാതെ തടഞ്ഞിടുന്നു. ആ സമയത്ത് വിജയരാഘവന്റെ വാഹനം ആ വഴി കടന്നു വരുന്നു. ആ വാഹനത്തിൽ കറുത്ത സ്റ്റിക്കർ ഗ്ലാസുകളിൽ ഒട്ടിച്ചിരുന്നതിനാൽ അകത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു അരിവാൾ ചുറ്റിക മുന്നിൽ ഉണ്ടായിരുന്നതിനാൽ CPM നേതാവാണെന്ന് മനസ്സിലാക്കി പ്രവർത്തകർ ആ വാഹനം അവിടെ തടഞ്ഞിടുന്നു. പിന്നീട് വിജയരാഘവന് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും നടന്നു പോകേണ്ടി വരുന്നു. വാഹനം നേതാക്കൾ ഇടപെട്ട് വിജയരാഘവനെ കടത്തിവിട്ടുവെങ്കിൽ കൂടി വാഹനം കുറേ അധികം സമയം അവിടെ തടഞ്ഞിട്ടു. അതിനുശേഷം പിന്നീട് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസ് വാഹനം മുന്നോട്ട് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ആ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ നടന്നു. വാഹനം തടഞ്ഞിട്ട് വാഹനത്തിലുണ്ടായിരുന്ന പ്രവർത്തകരെ ആര്യാടൻ ഷൗക്കത്തും ജ്യോതികുമാർ ചാമക്കല അടക്കമുള്ള നേതാക്കളും എത്തി ബലമായി ആ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി മോചിപ്പിച്ചു കൊണ്ടുപോയി. അതിനുശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പ്രവർത്തകരെ വിട്ടയക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു നേതാക്കൾ പ്രഖ്യാപിച്ചത്. അതിനാൽ തന്നെ പോലീസും ഒന്ന് വഴങ്ങി. പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടു പോകുന്നത് ആ പോലീസും കാര്യമായി തടഞ്ഞില്ല. അങ്ങനെയാണ് ഇന്നലത്തെ പ്രതിഷേധം പോയത്. ഇന്നലെ ഇപ്പോൾ അതിനുശേഷം BJPയുടെ ചെറിയൊരു റോഡ് ഉപരോധവും നടന്നു. ഇന്ന് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. നാളെയും അങ്ങനെ ആകില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നിപ്പോൾ ഈ മരിച്ച ജിത്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായാൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് UDF ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുന്നത്. അൻവറും അതോടൊപ്പം തന്നെ NDAയും ഈ വിഷയം സജീവമായി തന്നെ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനത കുറേ അധികം കാലമായി നേരിടുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഇതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചതാണ്. അന്നും പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടായിരുന്നോ പ്രതിഷേധം എന്നുള്ളതാണ് UDFന്റെ വിജയരാഘവനോടുള്ള മറു ചോദ്യം. ഒരു തിരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക് UDF പോകില്ലായിരുന്നു എന്നുള്ളത് A വിജയരാഘവനും പറഞ്ഞു വെക്കുന്നു. A വിജയരാഘവൻ അങ്ങേയറ്റം പ്രകോപിതനായി സംസാരിക്കാൻ കാരണമെന്ന് പറയുന്നത് വിജയരാഘവന്റെ വാഹനം അവിടുത്തെ പ്രവർത്തകർ തടഞ്ഞിട്ടു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി വിഷയം ഉപയോഗിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും സജീവമായി ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു സംഭവം കൂടി, ദാരുണമായൊരു സംഭവം കൂടി ഉണ്ടായ നിലയ്ക്ക് അത് ചർച്ച ചെയ്യപ്പെടും. ഏത് തരത്തിലാകും സർക്കാർ അതിനെ പ്രതിരോധിക്കുക, CPM അതിനെ പ്രതിരോധിക്കുക, LDF പ്രതിരോധിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലമ്പൂരിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അമൽ, ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് UDF നീങ്ങുന്നുണ്ട്. PV അൻവറും എന്തായാലും ഉറപ്പായിട്ടും ഈ വിഷയം ഗുരുതരമായി തന്നെ ആരോപിച്ച് മുന്നിലേക്ക് പോവുകയും ചെയ്യും. NDAയും അത് തന്നെയായിരിക്കും. അപ്പോഴും വിശദമായ അന്വേഷണം വേണമെന്ന് സ്ഥാനാർത്ഥിയായ M സ്വരാജ് പറയുന്നുണ്ട്. അതേസമയം ഇത് രാഷ്ട്രീയമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള തരത്തിലൊരു കുറ്റപ്പെടുത്തൽ എന്ന രീതിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന തലത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് LDFന് ഇപ്പോൾ നിലമ്പൂരിലാകുമോ? സംഭവം സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, LDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് പൊതുജന വികാരത്തെ ഒന്നിപ്പിക്കാനുള്ള ഒരു വിഷയമാണ്. കാരണം എല്ലാവരും ഒരുപോലെ ഈ നാട്ടിൽ നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ വന്യജീവി ആക്രമണം. ഇതിപ്പോൾ പന്നിയെ പിടിക്കാൻ വെച്ച കെണിയാണെങ്കിൽ അതിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം വന്യജീവികളെ പ്രതിരോധിക്കാൻ ജനം സ്വയം ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. അവർ സ്വയം കെണി ഒരുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സർക്കാർ ആ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ വിമർശനം. അതിനാൽ തന്നെ ആ വിഷയത്തെ കാര്യമായി തന്നെ UDFും NDAയും അൻവറും എല്ലാം ഉപയോഗിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോൾ നിലവിലെ പ്രതിരോധം എന്ന് പറയുന്നത് ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചപ്പോൾ ചില വാഹനങ്ങൾക്ക് മറ്റുമൊക്കെ ആശുപത്രിയിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടായ എന്നൊരു കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഇന്നലെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിച്ച പ്രകോപിതരായ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടു പോകുന്നു, മോചിപ്പിച്ചു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ടുള്ള സമരമാർഗങ്ങളിലേക്ക് UDF പോകുകയായിരുന്നു ഇന്നലെ രാത്രി എന്നുള്ളതാണ് CPM തീർക്കുന്ന മറ്റൊരു പ്രതിരോധം എന്ന് പറയുന്നത്. ഇങ്ങനെ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കില്ല എന്നൊരു കാര്യം കൂടി അവർ പ്രതിരോധമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അവിടെയുള്ള KSB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ എടുത്ത് തൽക്കാലത്തേക്ക് ഈ പ്രശ്നം ഒന്ന് ശമിപ്പിക്കാൻ ഒരു ശ്രമം പക്ഷേ ഉണ്ടായേക്കാം. അത് ഇതുവരെയും അത്തരത്തിലൊരു നീക്കം നടക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് KSB ഒക്കെ പ്രാഥമികമായി വിഷയം പരിശോധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടി എന്ന നിലയിലേക്ക് പോകുന്നില്ല. ഇന്നലെ രാത്രി തന്നെ ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ച ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ മാത്രം തലത്തിലേക്ക് കൂടി നടപടി ഉണ്ടാകുമോ എന്നുള്ള തരത്തിലാണ്. കാരണം ജനങ്ങൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം തന്നെ ആ രാത്രി തന്നെ പറഞ്ഞതാണ്.